ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ റവന്യൂ റിസീറ്റ്സ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. റവന്യൂ റിസീറ്റ്സ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ്. റവന്യൂ റിസീറ്റ്സ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആർ കീ കമ്പോണൻസ് ഓഫ് എ ഗവൺമെന്റ്സ് ബഡ്ജറ്റ്. ഒരു ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലെ കീ കമ്പോണൻസ് ആണ് ഇവ രണ്ടും റിഫ്ലക്ട് ചെയ്യുന്നത് എന്താണ്? റിഫ്ലക്റ്റിംഗ് ഇറ്റ്സ് ഇൻകം ആൻഡ് സ്പെൻഡിങ്. ഒരു ഗവൺമെന്റിന്റെ വരുമാനവും ചിലവും. ദാറ്റ് ഡു നോട്ട് ഇമ്പാക്ട് ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് അതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഇൻകവും സ്പെൻഡിങ്ങും ആണ് ഇത് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതെന്ന് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആദ്യം റവന്യൂ റിസീറ്റ്സ് എന്താണെന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. റവന്യൂ റിസീറ്റ്സ് ആർ ദ ഗവൺമെന്റ്സ് ഇൻകം. ഒരു ഗവൺമെന്റ് വരുമാനമാണ് റവന്യൂ റിസീറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എ ലയബിലിറ്റി. അതൊരു ബാധ്യത സൃഷ്ടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഓർ റെഡ്യൂസ് അസറ്റ്, ഒരു നിലവിലുള്ള അസറ്റ് ആസ്തികളെ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. അതൊരു റിസീറ്റ്സ് മാത്രം, ഒരു വരുമാനം മാത്രമാണ് ഇത്. ദീസ് റിസീറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഡെയിലി അഡ്മിനിസ്ട്രേഷൻ. അത് ഒരു ഗവൺമെന്റ് രാജ്യം ഭരിക്കുമ്പോഴുള്ള പർപ്പസിന് വേണ്ടിയിട്ടും അപ്പോൾ ഉണ്ടാകുന്ന ചിലവുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിസീറ്റ്സ്, ഈ വരുമാനം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിക്ചർ ഇവിടെ കൊടുക്കുന്നത്. അതായത് റവന്യൂ റിസീറ്റ്സ് നെയ്തർ ക്രിയേറ്റ്സ് എ ലയബിലിറ്റി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ല, നോർ റെഡ്യൂസസ് എനി അസറ്റ്. ഒരു അസറ്റ്, അതായത് ഗവൺമെന്റ് കയ്യിലുള്ള ഒരു അസറ്റ് റെഡ്യൂസ് ചെയ്യുന്നതുമില്ല. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് റവന്യൂ റിസീറ്റ്സിനുള്ളത്. ഇനി നമുക്ക് റവന്യൂ റിസീറ്റ്സിന്റെ ടൈപ്സ് നോക്കാം. ടൈപ്സ് ഓഫ് റവന്യൂ റിസീറ്റ്സ്. അതിൽ ഒന്നാമത്തെ ടാക്സ് റവന്യൂ ആണ്. അതായത് ഏതൊക്കെ മാർഗ്ഗങ്ങളിൽ നിന്നാണ് ഗവൺമെന്റിന് ഈ വരുമാനം ലഭിക്കുന്നുള്ളത്. ഒന്നാമത്തത് ടാക്സ് റവന്യൂ, ടാക്സിൽ നിന്നുള്ള വരുമാനം. ഇൻകം ഏൺഡ് ഫ്രം ടാക്സസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റ് ചുമത്തുന്ന നികുതികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. അതായത് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് ആണ് പ്രധാന ടാക്സ് വരുമാനം. ഡയറക്റ്റ് ടാക്സിന്റെ ഉദാഹരണങ്ങൾ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, വെൽത്ത് ടാക്സ്, ഇതൊക്കെയാണ് ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണം. ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിലോ GST, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, ഇതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് വരുമാനമാണ് ടാക്സ് റവന്യൂവിൽ നിന്ന് ഗവൺമെന്റ് കിട്ടുന്നത്. ഇനി ഗവൺമെന്റിന് ലഭിക്കുന്ന മറ്റു വരുമാന മാർഗ്ഗമാണ് നോൺ ടാക്സ് റവന്യൂ. ടാക്സ് അല്ലാതെയുള്ള വരുമാനങ്ങൾ. അതായത് ഇൻകം ഏൺഡ് ഫ്രം സോഴ്സസ് അതർ ദാൻ ടാക്സസ് ആണ്. ഓക്കെ, ടാക്സിൽ നിന്ന് അല്ലാതെയുള്ള വരുമാനം ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് റിസീറ്റ്സ്, പലിശ ആയിട്ട് കിട്ടും. എങ്ങനെയാണ് പലിശ ആയിട്ട് കിട്ടുന്നത്? ഓൺ ലോൺസ് ഗിവൺ ബൈ ദ ഗവൺമെന്റ്. അതായത് ഇന്ത്യ മറ്റു രാജ്യത്തിന് പണം കടം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ രാജ്യം പലിശ കൊടുക്കുന്നു. അപ്പോൾ അത് ഒരു വരുമാനമാണ്. അടുത്തത് ഡിവിഡൻസ് ആൻഡ് പ്രോഫിറ്റ്സ്. ഡിവിഡൻറ്റുകളായിട്ടും പ്രോഫിറ്റുകളായിട്ടും കിട്ടും. അത് ഗവൺമെന്റിന് എങ്ങനെയാണ് പ്രോഫിറ്റും ഡിവിഡൻറ്റും കിട്ടുന്നത്? ഫ്രം ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ലൈക്ക് LIC, ONGC, അതായത് ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള കമ്പനീസിൽ നിന്ന് അതിൽ നിന്ന് ഡിവിഡൻഡ് പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് മറ്റൊരു നോൺ ടാക്സ് റവന്യൂ ആണ്. അടുത്തത് ഫീസ് ആൻഡ് പെനാൽറ്റീസ്. അത് എന്താണ്? ഇപ്പൊ കോർട്ട് ഫീസ്, ഇതൊക്കെ ഇങ്ങോട്ട് നമ്മൾ അടയ്ക്കുന്ന കോർട്ട് ഫീസ് എല്ലാം ഗവൺമെന്റിലേക്കല്ലേ പോകുന്നത്. ഇപ്പൊ ഫൈനുകൾ, നമ്മളിപ്പം ഹെൽമെറ്റ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ പേ ഈടാക്കുന്നത്, ഇപ്പം ലൈസൻസ് ഫീസ്, ഇങ്ങനെയുള്ള ഫീസ്, പെനാൽറ്റീസ്, ഇതെല്ലാം ഗവൺമെന്റിലേക്ക് പോകുന്നത് അത് മറ്റൊരു വരുമാനമാണ്. അടുത്തത് ഗ്രാൻഡ്സ്, ഡൊണേഷൻസ്. അതായത് ഫോറിൻ എയ്ഡ്, വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഇന്ത്യക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു കൺട്രിക്ക് കൊടുക്കുന്ന ആ ഒരു ഡൊണേഷൻസ്, ഗ്രാൻഡുകൾ, സ്റ്റേറ്റ് ട്രാൻസ്ഫേഴ്സ്, ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തിന് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? ഗ്രാൻഡ് ആൻഡ് ഡൊണേഷൻസ് ആണ്. ഇതെല്ലാം നോൺ ടാക്സ് റവന്യൂവിൽ വരുന്നതാണ്. ഇനി നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് അതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, +2 കഴിഞ്ഞതിന് ശേഷം CA, ACCA, CMA, USA എന്നീ കോഴ്സുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എലാൻസ് എന്ന മികച്ച ഒരു സ്ഥാപനം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കേരളത്തിൽ നിലവിലിപ്പോൾ കോഴിക്കോടും കൊച്ചിയിലുമാണ് ഇതിൻ്റെ ബ്രാഞ്ചുകളുള്ളത്. വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസും എക്സലന്റ് ലേണിംഗ് ഫെസിലിറ്റീസും കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും മോക്ക് എക്സാംസും ഈ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ദ ഗവൺമെന്റ്സ് എക്സ്പെൻസസ്. അതായത് ഗവൺമെന്റ് ചിലവുകളാണ് ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. ദാറ്റ് ഡു നോട്ട് ക്രിയേറ്റ് അസറ്റ്. അതായത് ഈ ചിലവുകൾ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുമില്ല, ഓർ റെഡ്യൂസ് ലയബിലിറ്റീസ്. അതായത് ഒരു ആസ്തി ഉണ്ടാക്കുന്നതുമില്ല, നിലവിലുള്ള ബാധ്യതകളെ കുറയ്ക്കുന്നതുമില്ല. ഇങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദീസ് ആർ പ്രൈമർലി ഫോർ ദ റുട്ടീൻ ഓപ്പറേഷൻ ഓഫ് ഗവൺമെന്റ് സർവീസസ്. അതായത് ഗവൺമെന്റ് സർവീസസിനുള്ള ആ ഒരു റുട്ടീൻ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ് ഈ ചിലവുകൾ വരുന്നത്. ഞാൻ നേരത്തെ കൊടുത്തതുപോലെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഒരു പിക്ചർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇറ്റ് നെയ്തർ ക്രിയേറ്റ്സ് ആൻ അസറ്റ്. ഒരു അസറ്റ്, ഒരു ആസ്തി ക്രിയേറ്റ് ചെയ്യുന്നതുമില്ല, നോർ റെഡ്യൂസസ് എനി ലയബിലിറ്റി. ഒരു ബാധ്യത, ഒരു ലയബിലിറ്റി കുറയ്ക്കുന്നതുമില്ല. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ നോക്കാം. ഏതൊക്കെ ടൈപ്പ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ഉള്ളത്? എന്നാൽ ആദ്യത്തേത് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സ്പെൻഡിങ് ഓൺ വെൽഫെയർ സ്കീംസ് ആൻഡ്
എക്കണോമിക് ഗ്രോത്ത്, അതായത് സാമൂഹിക ക്ഷേമത്തിന് വേണ്ടിയിട്ടും സാമ്പത്തിക വളർച്ചയ്ക്കും വേണ്ടിയിട്ട് ചിലവാക്കുന്ന ആ ഒരു ചിലവാണ് ഇതിൽ വരുന്നത്. ഏതൊക്കെയാണ്? എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസം, ആരോഗ്യം, ഹെൽത്ത്, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്, ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസ്, അതായത് റോഡ് വികസനം, പാലം പണി, ഇതിനു വേണ്ടി ചിലവാക്കുന്ന പൈസ. പിന്നെ അത് മാത്രമല്ല ചില ഫുഡിന്, ചില പ്രത്യേകതരം ഫുഡ് ഐറ്റംസ് കൂടുതൽ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡീസ് കൊടുക്കും കർഷകർക്ക്. അപ്പം അത് സബ്സിഡീസ് ഒരു ഗവൺമെൻറ് എക്സ്പെൻസ് ആണ്. ഫെർട്ടിലൈസേഴ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി കൊടുക്കും, ഫ്യൂവൽ വാങ്ങുന്നതിന് വേണ്ടി സബ്സിഡി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സബ്സിഡികളെല്ലാം ഗവൺമെൻറ് എക്സ്പെൻസ് ആണ്. ഇതെല്ലാം ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. അടുത്ത എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണ്. നേരത്തെ പറഞ്ഞത് ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലാതെയുള്ള ചിലവുകൾ. ഏതൊക്കെയാണ്? സ്പെൻഡിങ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ, അതായത് ഗവൺമെന്റ് ഒഴിച്ചുകൂടാനാവാത്തതും ഭരണ സംബന്ധമായിട്ടുള്ള, അതായത് ഒരു ഗവൺമെന്റ് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ചിലവാക്കുന്ന പൈസകൾ. ഏതൊക്കെയാണ്? സാലറീസ് ആൻഡ് പെൻഷൻസ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ്, അതായത് ഗവൺമെന്റ് എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന ഗവൺമെന്റ് ആണ്, അപ്പോൾ അതൊരു ചിലവാണ്. ഓക്കെ. അടുത്തത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഓൺ ലോൺസ്. ഒരു രാജ്യം മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തു കഴിഞ്ഞാൽ അതിന് പലിശ കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഈ പലിശ ഒരു ചിലവാണ്. അത് മാത്രമല്ല ഗ്രാൻഡ്സ് ടു സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ചില ഗ്രാൻഡുകൾ, ഫോറിൻ എയ്ഡ്, വിദേശ സഹായങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്താണ്? അങ്ങോട്ട് ഒരു രാജ്യം അങ്ങോട്ട് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്, ഫോറിൻ എയ്ഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഒരു രാജ്യത്തിനുണ്ടാകുന്ന എക്സ്പെൻഡിച്ചറാണ്, ചിലവുകളാണ്. ഇതെല്ലാം നോൺ ഡെവലപ്മെന്റൽ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെയും ഡിഫറൻസ് നമുക്കൊരു ടേബിളിൽ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ റിസീറ്റ്സ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിൽ ഫീച്ചേഴ്സ് ആണ് ആദ്യത്തെ കുളത്തിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ്. അതിൽ ആദ്യത്തെ ഫീച്ചർ ഡെഫിനിഷൻ. ഡെഫിനിഷൻ എന്താണ്? റവന്യൂ റിസീറ്റ്സ് എന്താണ്? ഗവൺമെന്റ് ഇൻകം വിത്തൗട്ട് അസറ്റ് റിഡക്ഷൻ ഓർ ലയബിലിറ്റി ക്രിയേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ഒറ്റ മനസ്സിലാക്കുന്നതിനാണ് ഇത് കൊടുക്കുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? ഗവൺമെന്റ് സ്പെൻഡിങ് വിത്തൗട്ട് അസറ്റ് ക്രിയേഷൻ ഓർ ലയബിലിറ്റി റിഡക്ഷൻ. ഓക്കെ. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ. അടുത്തത് ടൈപ്സ് വരുന്നത് റവന്യൂ റിസീറ്റ്സ്, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ആണ് ഈ രണ്ട് റിസീറ്റിൽ വരുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഡെവലപ്മെന്റൽ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. അതിലെ ഇമ്പാക്ട് എന്താണ്? എങ്ങനെയാണ് റവന്യൂ റിസീറ്റ്സിന്റെ ഇമ്പാക്ട്സ്? ഇൻക്രീസസ് ഗവൺമെന്റ് റവന്യൂ, ഗവൺമെന്റ് റവന്യൂ കൂട്ടുന്നു. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിലോ യൂസ്ഡ് ഫോർ ഓപ്പറേഷണൽ കോസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. എക്സാമ്പിൾസ്, റവന്യൂ റിസീറ്റ്സിന് എക്സാമ്പിൾസ് GST, ഇൻകം ടാക്സ്, ഡിവിഡൻസ് ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾസ് സാലറീസ്, പെൻഷൻസ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എന്നിവയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.